നമസ്കാരം. ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഹരിചന്ദന മഠം RJ അയ്യർ. ഹിന്ദു വിഷൻ ചാനലിലേക്ക് സ്വാഗതം. ഹൈന്ദവ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ഞാൻ ഹരിചന്ദന മഠം RJ അയ്യർ. ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ വിഷയങ്ങളാണല്ലോ നാം ഇവിടെ പ്രതിപാദിച്ചു പോരുന്നത്. ഇന്ന് അമാവാസി വ്രതവും പിതൃപൂജയും എന്നുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് പറയുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ വിവരങ്ങൾ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാകുന്നതാണ്. ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭ്യമാകുവാൻ ഇതിന്റെ ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുക. മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരും വിധവകളുമാണ് സാധാരണയായി അമാവാസി വ്രതം അനുഷ്ഠിക്കാറുള്ളത്. എന്നാൽ ജാതിമത ഭേദമന്യേ അമാവാസി വ്രതം അനുഷ്ഠിക്കുന്നത് ഏറ്റവും ഉത്തമമാണെന്ന് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടു വരികയാണ്. അമാവാസി ദിവസം സൂര്യനും ചന്ദ്രനും ഒത്തുചേരുന്നുവെന്ന് പറയപ്പെടുന്നു. സൂര്യൻ ജീവന്റെ അധിപനായ ആത്മകാരകനും ചന്ദ്രൻ മനസ്സിന്റെ അധിപതിയായ മനോകാരകനുമാണ്. മനസ്സുകൾ ഒന്നാകുമ്പോൾ ജീവന്റെ ഉൽപ്പത്തിയാകുന്നു. അമ എന്നാൽ ഒരിടത്ത് കൂടുക എന്നും വാസി എന്നാൽ ബന്ധപ്പെടുക എന്നുമാണ് പൊരുൾ. ഒരേ സ്ഥലത്ത് സൂര്യനും ചന്ദ്രനും ബന്ധപ്പെടുന്ന ദിവസമാണിത്. ഈ രണ്ട് ഗ്രഹങ്ങളും ഭൂമിക്ക് നേരെ ഒരേ നേർരേഖയിൽ 90 ഡിഗ്രിയിൽ വരുമ്പോഴാണ് അമാവാസി ഉണ്ടാകുന്നത്. നമ്മുടെ ശരീരത്തെ സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം എന്നിങ്ങനെ വിഭജിക്കാം. നാം പരസ്പരം കാണുന്ന ശരീരം സ്ഥൂല ശരീരം. ഇത് ജീവൻ ഉള്ളതുവരെ ചലിക്കുന്നു. പല പാപപുണ്യങ്ങളും ചെയ്ത് ജീവൻ പോകുന്നതോടെ ഇത് നശിക്കുന്നു. എന്നാൽ അതിനുള്ള ജീവൻ അഥവാ ആത്മാവ് സൂക്ഷ്മ ശരീരം എന്ന പേരിൽ പാപപുണ്യങ്ങൾക്കനുസൃതമായി മറുജന്മമെടുക്കുന്നു. ഈ സൂക്ഷ്മ ശരീരം പെട്ടെന്ന് നശിക്കുന്നില്ല. ദൈവത്തിന്റെ കാരുണ്യത്താൽ എപ്പോൾ മറുപിറവിയില്ലാത്ത അവസ്ഥയുണ്ടാകുന്നുവോ അപ്പോൾ മാത്രമേ ഈ ശരീരം നശിക്കപ്പെടുന്നുള്ളൂ. ഈ സൂക്ഷ്മ ശരീരം നടത്തുന്ന പ്രവൃത്തികളെയാണ് കാരണശരീരം എന്ന് പറയുന്നത്. നമുക്ക് പിറവിയില്ലാത്ത അവസ്ഥയുണ്ടാകുമ്പോൾ സുഖദുഃഖങ്ങളെ കുറിച്ച് വേവലാതിയില്ല. അതുകൊണ്ടാണ് മനുഷ്യൻ മരിച്ചയുടൻ ദഹിപ്പിക്കൽ, അടിയന്തരം തുടങ്ങിയ കർമ്മങ്ങൾ നടത്തുന്നത്. ഒരാൾ മരിച്ച് 1 വർഷം പൂർത്തിയാകുമ്പോൾ പിതൃകർമ്മങ്ങൾ ചെയ്യുന്നു. ശരീരത്തിൽ നിന്ന് ജീവൻ പിരിഞ്ഞ് പുറത്തേക്ക് പോകുന്നു. അത് ദേവലോകത്തേക്കാണ് പോകുന്നത്. അവിടെ നമ്മുടെ പിതാവ്, മുത്തച്ഛൻ, മുതുമുത്തച്ഛൻ എന്നിവരുടെ ആത്മാക്കളും ഉണ്ടാകും എന്ന് പറയപ്പെടുന്നു. പിതാവിന്റെ ആത്മാവിനെ സ്കന്ദൻ എന്ന അതിദേവതയും മുത്തച്ഛന്റെ ആത്മാവിനെ ചണ്ഡൻ എന്ന അതിദേവതയും മുതുമുത്തച്ഛന്റെ ആത്മാവിനെ ഗണാധീശൻ എന്ന അതിദേവതയും സംരക്ഷിച്ചു പോരുന്നു. ഈ ദേവതകളെ പിതൃദൈവങ്ങൾ എന്ന് പറയുന്നു. ഇവരെ പൂജിക്കുന്നതിലൂടെ ഭഗവത് ജ്യോതിക്കൊപ്പം ആ ആത്മാക്കൾ ലയിക്കുന്നു. അതുകൊണ്ടാണ് അമാവാസി ദിവസം പൂർവികരെ സ്മരിച്ചുകൊണ്ട് ചെയ്യുന്ന പൂജകളെ പിതൃപൂജ എന്ന് പറയുന്നത്. മകരത്തിലെ അമാവാസി അഥവാ കർത്തവാവ്, കർക്കിടകത്തിലെ അമാവാസിക്കുമാണ് ഏറെ പ്രാധാന്യം നൽകപ്പെടുന്നത്. നമ്മെ കാക്കുന്ന ദേവന്മാർക്ക് 6 മാസം പകൽവേളയും 6 മാസം രാത്രികാലവുമായി പറയപ്പെടുന്നു. നമ്മുടെ 1 വർഷം ദേവന്മാരുടെ 1 ദിവസം മാത്രമാണ്. പകൽവേളയിൽ ദേവന്മാർ നമ്മെ കാത്തു സൂക്ഷിക്കുന്നു. രാത്രിവേളയിൽ നമ്മുടെ പൂർവികർ നമ്മെ നയിക്കുന്നു. ദേവന്മാരുടെ രാത്രികാലം കർക്കിടകം മുതൽ ധനുമാസം വരെയുള്ള 6 മാസമാണ്. മകരം മുതൽ മിഥുനം വരെയുള്ള 6 മാസം പകൽവേളയും. കർക്കിടക അമാവാസി നാളിൽ തിഥി നൽകി നാം നമ്മുടെ പൂർവികരെ വരവേൽക്കുന്നു. മകരത്തിലെ അമാവാസി നാളിൽ അവരെ യാത്രയാക്കുന്നു. അമാവാസി ദിവസം പൂർവികരെ ആരാധിക്കാൻ കടൽ തീരവും പുഴയോരവും തിരഞ്ഞെടുക്കണം എന്ന് പറയുന്നു. കടലിലും പുഴയിലും മുങ്ങി വരുമ്പോൾ നമ്മുടെ പൂർവികർ ചെയ്ത പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് അവർക്ക് മുക്തിയേകണമെന്നും നാം ഇതുവരെ ചെയ്ത പാപങ്ങൾ അകലണമെന്നും ഇനിയും ഇതേ പാപങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മാനസിക ശക്തി പ്രദാനം ചെയ്യണമെന്നും ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇങ്ങനെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായാലും ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലായാലും അമാവാസി നാളിലെ മുങ്ങിക്കുളിയും സ്നാനവും ഉത്തമം തന്നെയാകുന്നു. ഈ പറഞ്ഞതെല്ലാം തന്നെ നിങ്ങളിൽ പലരും ചോദിച്ച ചോദ്യങ്ങളെ
കോർത്തിണക്കിയുള്ള ഒരു പ്രഭാഷണമാണ്. ഇനിയും നിങ്ങളുടെ സംശയങ്ങൾ ഈ ഓഡിയോ ബ്ലോഗിന് കീഴെ കമന്റായി രേഖപ്പെടുത്തുക. അവ പരിശോധിച്ചിട്ട് അടുത്തൊരു ഓഡിയോ ബ്ലോഗിലൂടെ മറുപടി നൽകുന്നതാണ്. ഹൈന്ദവ ആചാര സംബന്ധമായ എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് ഈ കമന്റിന് കീഴെ ചോദിക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്. മറ്റെന്തെങ്കിലും സംശയങ്ങളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഇതിൽ ചുവടെ കാണിക്കുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. അതിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ വോയിസ് മെസ്സേജ് ആയിട്ടോ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. ഒരു കാരണവശാലും നേരിട്ട് വിളിക്കരുത്. കുറേയേറെ പൂജകളുടെ തിരക്കിലായത് കാരണം എനിക്ക് നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പേഴ്സണലായിട്ട് എന്തെങ്കിലും വിവരങ്ങളാണ് നിങ്ങൾക്ക് അറിയാനുള്ളതെങ്കിൽ നിങ്ങൾ വാട്സപ്പ് വഴിക്ക് ഒരു അപ്പോയിൻമെന്റ് എടുക്കണം. അതിന് അപ്പോയിൻമെന്റ് എന്ന് ആവശ്യപ്പെട്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള പ്രൊസീജിയർ അയച്ചു തരുന്നതാണ്. എല്ലാവർക്കും മംഗളാശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഹരിചന്ദ്രമഠം RJ അയ്യർ. കൂടുതൽ ഹൈന്ദവ വിശ്വാസ സംബന്ധമായ വിവരങ്ങൾ അറിയുവാൻ ഹിന്ദു വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.